വിശ്വനാഥ് സിൻഹ പുതിയ ചീഫ് സെക്രട്ടറി. വിശ്വനാഥ് സിൻഹ കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയാകും. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് സിൻഹയെ പുതിയ ചീഫ് സെക്രട്ടറിയാക്കാൻ തീരുമാനിച്ചത്. നിലവിലെ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് ഈ മാസം 30-ന് വിരമിക്കുന്ന ഒഴിവിലാണ് വിശ്വനാഥ് സിൻഹയുടെ നിയമനം. സംസ്ഥാന സർവീസിലെ ഏറ്റവും മുതിർന്ന IAS ഉദ്യോഗസ്ഥനാണ് വിശ്വനാഥ് സിൻഹ. 1992 ബാച്ച് കേരള കേഡർ IAS ഓഫീസറാണ്. നിലവിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചു വരികയാണ് വിശ്വനാഥ് സിൻഹ. അമ്മ ജനറൽ ബോഡിയിലുണ്ടായ നാടകീയ നീക്കങ്ങൾക്കും രാജിക്കും പിന്നാലെ മൗനം വെടിഞ്ഞ് ശ്വേതാ മേനോൻ. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വ്യക്തിഹത്യയും വ്യക്തി അധിക്ഷേപവും തുടർച്ചയായതോടെയാണ് ഭരണസമിതി രാജിവെച്ചത്. ഇത് ദൗർബല്യമല്ല, മറിച്ച് ആത്മാഭിമാനമുള്ളതുകൊണ്ടാണെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു. ഈ ഭരണസമിതിയുടേത് അടക്കം കഴിഞ്ഞ 2 ടേമുകളിലെയും അക്കൗണ്ടുകൾ സമഗ്രമായി പരിശോധിക്കണം, ഫോറൻസിക് ഓഡിറ്റ് നടത്തണമെന്ന നിർദ്ദേശവും ശ്വേത മുന്നോട്ട് വെച്ചു. കൊച്ചിയിൽ റെയിൽപാളം കാണാതായി. വില്ലിംഗ്ടൺ ഐലൻഡിലെ വാർഫിലേക്കുള്ള റെയിൽപാതയിൽ 1/2 കിലോമീറ്ററോളം ട്രാക്ക് കാണാതായ സംഭവത്തിൽ ദുരൂഹത ശക്തമാകുന്നു. ഐലൻഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്കുള്ള പാതയിലെ ഒരു ഭാഗമാണ് അപ്രത്യക്ഷിതമായതായി കണ്ടെത്തിയത്. ട്രാക്കുകൾ മോഷ്ടിച്ചു കൊണ്ടുപോയതാകാമെന്ന സംശയത്തിലാണ് അധികൃതർ. CISF-ഉം RPF-ഉം ഉൾപ്പെടെയുള്ള സുരക്ഷാ സേനകളുടെ കർശന നിരീക്ഷണത്തിലുള്ള കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ ഭൂമിയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. നിലവിൽ ട്രെയിൻ സർവീസുകൾ ഇല്ലാത്ത പാതയായതിനാൽ ഏറെക്കാലമായി ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു. മദ്യനികുതിയിലെ ഇളവ് പുരോഗമനപരമായ ചുവടുവയ്പ്. മുഖ്യമന്ത്രിയെ പിന്തുണച്ച് KP നൌഷാദ് അലി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച സർക്കാർ തീരുമാനത്തിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി KP നൌഷാദ് അലി MLA. പുരോഗമനപരമായ ചുവടുവയ്പാണ് ഇതെന്നും മദ്യമെന്ന് കേൾക്കുമ്പോൾ മുൻവിധിയോടെ സമീപിക്കുമ്പോഴാണ് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നതെന്നും KP നൌഷാദ് അലി പറഞ്ഞു. ആരോപണം ഉന്നയിക്കുന്നവർക്ക് കാര്യം വ്യക്തമായി മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശാസ്ത്രീയമായ നികുതി ഘടനയാണ് ബജറ്റിൽ അവതരിപ്പിച്ചത്. വീര്യം കുറഞ്ഞ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന അബ്കാരി നയത്തിന്റെ അപ്രഖ്യാപിത ലക്ഷ്യമാണിത്. അത് LDF-ന്റെ കാലത്തെ അബ്കാരി നയമാണ്. അത് നടപ്പിലാക്കി എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ പ്രത്യേകത, KP നൌഷാദ് അലി പറഞ്ഞു. MG സർവകലാശാലയിൽ വീണ്ടും VC-യുടെ നിയമവിരുദ്ധ ഇടപെടൽ. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് വീണ്ടും ഗുരുതരമായ ചട്ടലംഘനം നടന്നതായി ആക്ഷേപം. സർവകലാശാലയിലെ പ്രധാന ചുമതലകൾ വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥരെ പൊതുമാനദണ്ഡങ്ങൾ പൂർണ്ണമായും കാറ്റിൽ പറത്തി തൽസ്ഥാനങ്ങളിൽ നിന്ന് നീക്കി. പകരം VC-യുടെ താൽപര്യപ്രകാരം ഇഷ്ടക്കാർക്ക് സുപ്രധാന തസ്തികകളിൽ നിയമം നൽകിയെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. സർവകലാശാലയിൽ നിലവിലുള്ള പൊതു മാനദണ്ഡങ്ങൾ പ്രകാരം ഒരു സെക്ഷനിൽ 3 വർഷം സേവന കാലാവധി തികച്ച ജീവനക്കാരെ മാത്രമേ സാധാരണയായി സ്ഥലം മാറ്റി നിയമിക്കാറുള്ളൂ. എന്നാൽ ഈ ചട്ടങ്ങളെല്ലാം നോക്കുകുത്തിയാക്കിയാണ് VC-യുടെ പുതിയ ഇടപെടൽ. കാലാവധി പൂർത്തിയാകാത്ത സുപ്രധാന സെക്ഷനുകളുടെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ പോലും മാനദണ്ഡങ്ങൾ പാലിക്കാതെ ധൃതി പിടിച്ച് മാറ്റുകയായിരുന്നു.